ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 38. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായമാണ്. നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. 3-ാമത്തെ അധ്യായം ദൈവമായി യാഹ്വേ സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. നമ്മൾ ഇന്നെല്ലാം കൂടി ചർച്ച ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു വാക്യത്തെക്കുറിച്ച് മാത്രമാണ് ധ്യാനിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ 3-ാമത്തെ അധ്യായത്തെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. നമുക്കറിയാം 3-ാമത്തെ അധ്യായം വളരെ ഫേമസ് ആണ്. മനുഷ്യൻ്റെ പാപം അല്ലെങ്കിൽ അധപതനം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പതനം എന്ന് പറയുന്ന അധപതനം അവതരിപ്പിച്ചിരിക്കുന്ന അധ്യായമാണ് ഉൽപ്പത്തി 3. നിങ്ങൾ ചിലപ്പോഴെങ്കിലും ചില പണ്ഡിതന്മാരെ ക്ലാസ്സെല്ലാം കേൾക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെ അധ്യായങ്ങൾ മിത്തോളജിയാണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പഠിപ്പിച്ച് കാണും. പ്രത്യേകിച്ചും ബൈബിൾ ക്ലാസ്സിൽ ഈ MTH മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ BTH അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുക്കുന്ന ആ സ്ഥലത്തൊക്കെ പലപ്പോഴും ഇതെല്ലാം മിത്തോളജിയാണ്, പുരാണമാണ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു കാണും. അതല്ല എന്ന് ആദ്യം തിരിച്ചറിയാം. അല്ല. കത്തോലിക്ക സഭയുടെ മതബോധനം 390 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മനുഷ്യവംശത്തിൻ്റെ ആരംഭത്തിൽ ചരിത്രത്തിൽ സംഭവിച്ച സംഗതി. മനുഷ്യവംശത്തിൻ്റെ ആരംഭത്തിൽ ചരിത്രത്തിൽ സംഭവിച്ച സംഗതി. അപ്പോൾ അത് മിത്തോളജി അല്ലല്ലോ, പുരാണമല്ലല്ലോ, ഐതിഹ്യമല്ലല്ലോ, കെട്ടുകഥയല്ലല്ലോ. മനുഷ്യവംശത്തിൻ്റെ ആരംഭത്തിൽ ചരിത്രത്തിൽ സംഭവിച്ച സംഗതി ആലങ്കാരികമായ ഭാഷാ സങ്കേതത്തിലൂടെ എഴുതിയിരിക്കുന്നത് ആലങ്കാരികമായ ഭാഷാ സങ്കേതത്തിലൂടെയാണ്. പക്ഷേ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ, ആരംഭത്തിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചതാണ്. അപ്പോൾ എന്തിനാണ് ഈ ആലങ്കാരിക ഭാഷാ സങ്കേതം ഉപയോഗിച്ചിരിക്കുന്നത്? എങ്കിലേ ചരിത്രത്തെ കവിഞ്ഞു പോകുള്ളൂ. ചരിത്രം രേഖപ്പെടുത്തുകയല്ല ബൈബിളിൻ്റെ ലക്ഷ്യം. ചരിത്രത്തിൽ സംഭവിച്ചതിൻ്റെ ദൈവശാസ്ത്രം, അതായത് എല്ലാ കാലത്തേക്കും അതെന്താണ് അർത്ഥമാക്കുന്നത്, അങ്ങനെ ചരിത്രത്തെ കവിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ആലങ്കാരിക ഭാഷ ഉപയോഗിച്ചത്. പക്ഷേ മനുഷ്യവംശത്തിൻ്റെ ആരംഭത്തിൽ ചരിത്രത്തിൽ സംഭവിച്ച സംഗതിയാണിത്. ഇത് കത്തോലിക്ക സഭയുടെ മതബോധനം 390 കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞ വചനം. തൻ്റെ ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ മനുഷ്യൻ തൻ്റെ സൃഷ്ടാവായ ദൈവത്തിനെതിരെ കലഹിച്ച് മറുതലിക്കുകയും ലോകത്തിലേക്ക് പാപവും ദുരിതവും കൊണ്ടുവരികയും ചെയ്തു. ഇതാണ് ഈ ഉൽപ്പത്തി 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ കേന്ദ്രത്തിലുള്ളത്. തൻ്റെ ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ മനുഷ്യൻ തൻ്റെ സൃഷ്ടാവായ ദൈവത്തിനെതിരെ കലഹിച്ച് മറുതലിച്ച് ലോകത്തിലേക്ക് പാപവും ദുരിതവും കൊണ്ടുവന്നു. ദൈവത്തെ പോലെയാകാനുള്ള അതിമോഹമാണ് ആദാമിൻ്റെ പാപത്തിൻ്റെ അടിത്തട്ടിലുള്ളത്. ഇപ്പോഴും നമ്മുടെ ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള പ്രലോഭനം എന്താണ്? നമ്മുടെ എല്ലാവരും, എൻ്റെയും നിങ്ങളുടെയൊക്കെ, ദൈവത്തെ പോലെയാകുക. എന്താണ് അങ്ങനെ ചിന്തിക്കുന്നത്? ദൈവം സർവശക്തനാണെന്നും ദൈവം ബോസ് ആണ്, ദൈവത്തിന് മുകളിൽ ഒരാളില്ലെന്നും ദൈവത്തെ പോലെ ആയാൽ ആരും അനുസരിക്കേണ്ടെന്നും നാം തെറ്റിദ്ധരിക്കുകയാണ്. അത് തെറ്റിദ്ധാരണയാണ്. ദൈവം അങ്ങനെയല്ല. ദൈവം മനുഷ്യനായപ്പോഴാണ് അവൻ ദാസനായിട്ട് വന്നേ, അടിമയായിട്ട് വന്നേ. അവനൊരു ശിശുവായിട്ടാണ് വന്നേ. മറ്റുള്ളവരുടെ ചിലപ്പോൾ ചോദിക്കും, ഭഗവാനെ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഹിന്ദുക്കൾ ചോദിക്കും. നമ്മുടെ ദൈവം വന്നത് ഒരു ശിശുവായിട്ടാണ്. സംരക്ഷിക്കണം. അവൻ്റെ അമ്മയും അവൻ്റെ അപ്പനൊക്കെയാണ് സംരക്ഷിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ദൈവം സർവശക്തനായിട്ട് ഒരു ബോസ് ആയിട്ടല്ല വന്നത്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ദാസനായിരുന്നെന്നാണ് ദൈവം തന്നെ പറഞ്ഞത്. അടിമയായി, ദാസനായി, അങ്ങനെയാണ്. പക്ഷേ ആദം തെറ്റിദ്ധരിച്ചു. ദൈവം ദൈവമാണ്, അപ്പോൾ ദൈവത്തെ പോലെ ആയാൽ എനിക്ക് അനുസരിക്കേണ്ടതില്ല. ഇപ്പം നമ്മൾ ഈ എറണാകുളം, അങ്കമാലി, അതിരൂപതയിലെ വൈദികരുടെ പ്രശ്നം പറയുന്നില്ലേ? അനുസരിക്കാൻ തയ്യാറല്ല. അവർ തങ്ങളെ തന്നെ ദൈവമാക്കി വെച്ചിരിക്കുക. അപ്പോൾ മാർപ്പാപ്പിയെയോ മെത്രാൻ സിനഡിനെയോ അംഗീകരിക്കാനോ അനുസരിക്കാനോ അവർ തയ്യാറല്ല. ഈ ആദാമിന് അതേ പ്രലോഭനത്തിൽ കിടക്കുകയാണ് അവർ. നമുക്ക് ഈ പ്രലോഭനമുണ്ട്. ആ പ്രലോഭനം ഉണ്ടെന്ന് അംഗീകരിക്കുകയും അതിനെ നമ്മൾ മറികടക്കുകയുമാണ് വേണ്ടത്. കർത്താവ് ഈശോമിശിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 5-ാമത്തെ അധ്യായം ഹെബ്രായ ലേഖനം 5:8 അവൻ സഹനത്തിലൂടെ അനുസരണം പഠിച്ചു. യേശുവിനും അനുസരിക്കുക എളുപ്പമായിരുന്നില്ല. ഗെത്സമനി തോട്ടത്തിൽ എന്ത് യുദ്ധമായിരുന്നു അപ്പനായിട്ട്, ദൈവമായിട്ട്. കഴിയുമെങ്കിൽ കാസ മാറ്റി തരുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പറഞ്ഞ് മാറ്റാൻ പറ്റില്ല. അപ്പനും മോനും തമ്മിൽ ഭയങ്കര ഇതായിരുന്നു, പിടിവലിയായിരുന്നു. അവസാനം അപ്പൻ്റെ മുമ്പിൽ മകൻ തോറ്റു കൊടുക്കുകയാണ്. അനുസരണം പഠിക്കുകയാണ് മകൻ സഹനത്തിലൂടെ. ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ അനുസരണം എന്ന് പറയുന്നത് ഒരു സഹനമാണ്, എളുപ്പമല്ല. പക്ഷെ ആ അനുസരണത്തിലൂടെയാണ് നാം ദൈവത്തിൻ്റെ മക്കളാകുക. പക്ഷെ അതിന് തയ്യാറായില്ല ആദാം.
ദൈവത്തെ പോലെ ആകാമെന്നുള്ള വ്യാമോഹത്തിൽ ദൈവത്തെ ധിക്കരിച്ചു. അങ്ങനെ ദൈവത്തെ പോലെ ആകാനുള്ള അതിമോഹം അല്ലെങ്കിൽ വ്യാമോഹം അല്ലെങ്കിൽ ദുർമോഹം, അതാണ് ആദാമിന്റെ പാപത്തിന്റെ അടിത്തറ അല്ലെങ്കിൽ അടിത്തട്ടിലുള്ളത്. താൻ തന്നെ ദൈവമായാൽ നന്മയും തിന്മയും നീതിയും അനീതിയും സത്യവും അസത്യവും തനിക്ക് തന്നെ നിശ്ചയിക്കാമെന്നും മറ്റൊരു അധികാരത്തിന് മുമ്പിൽ തല കുനിക്കേണ്ടെന്നും ആദ്യ മനുഷ്യൻ വിചാരിക്കുന്നു. ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നു. സ്വയം സ്രഷ്ടാവാകാനുള്ള പ്രലോഭനം നാം എല്ലാവരിലുമുണ്ട്. അതുകൊണ്ടാണ് ചിലർ ദൈവമില്ലെന്ന് പറഞ്ഞ് നടക്കണേ. കമ്മ്യൂണിസ്റ്റുകാർ, നിരീശ്വരന്മാർ, യുക്തിവാദികൾ. അതായത് ദൈവം ഉണ്ടെങ്കിൽ അവൻ അനുസരിക്കുക എന്നുള്ളത് പറയുന്നത് ഈ സ്വയം ദൈവമായിട്ട് പ്രതിഷ്ഠിച്ചവർക്ക് ബുദ്ധിമുട്ടാണ്. സ്വയം താൻ ചെറുതാണ്, താൻ മനുഷ്യനാണ് എന്ന് വിചാരിക്കുന്നവർക്ക് അനുസരണം അത്ര വലിയ പ്രയാസമില്ല. എങ്കിലും സഹനം തന്നെ. പക്ഷേ എനിക്ക് മുകളിൽ ദൈവം വേണ്ട, ഞാൻ നിശ്ചയിക്കും ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന്, ഞാൻ നിശ്ചയിക്കും പ്രപഞ്ചം എന്താണ് എന്തല്ല, നന്മ തിന്മ നീതി സത്യം നീതി അനീതി സത്യം അസത്യം ഇതൊക്കെ ഞാൻ നിശ്ചയിക്കും എന്ന ഒരു ധാരണ വരുമ്പോൾ ദൈവത്തെ അംഗീകരിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഈ ധാർമ്മികത പോലും അതായത് ഒലിച്ചു പോകുന്നതിന് കാരണം ദൈവത്തെ ഓരത്തേക്ക് മാറ്റി നിർത്തുകയാണ്. ദൈവം ഒരു ശല്യക്കാരനായിട്ട് തോന്നുമ്പോൾ ദൈവത്തെ മാറ്റി നിർത്തുന്നു. പിന്നെ തെറ്റും ശരിയൊക്കെ ആരാ നിശ്ചയിക്കുക? നമ്മൾ തന്നെ. ഇപ്പം നമ്മൾ ചെറുപ്പക്കാരെ കണ്ടിട്ടില്ലേ? കൊലപാതകം ചെയ്തിട്ടും ഒരു പ്രയാസമില്ല. ഈ സ്നേഹിക്കാൻ വിസമ്മതിക്കുന്ന കാമുകിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച് നടക്കാൻ എന്തൊരു ക്രൂരതയാണത്. അപ്പോൾ അവനാണ് തെറ്റും ശരിയും നിശ്ചയിക്കണേ. ഞാൻ നിശ്ചയിക്കും തെറ്റും ശരിയും. അതായത് ദൈവത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ തെറ്റും ശരിയും നിശ്ചയിക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയാകും, നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും. എനിക്ക് തോന്നിയ പോലെ നടക്കും, ചിലപ്പോൾ തുണിയില്ലാണ്ട് നടക്കും, ചിലപ്പോൾ തുണി ഉണ്ടായിട്ട് നടക്കും എന്നൊക്കെ പറയുന്നവർക്ക് അവർ ശരിക്കും ഈ സാത്താൻ്റെ കെണിയിലാണ്. കാരണം മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയോ സ്നേഹമോ പരിഗണനയോ കരുതലോ അവർക്കില്ല. ഇതിനേക്കാൾ സ്വാർത്ഥപരമായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. സ്നേഹത്തിൻ്റെ നേർ വിപരീതമാണത്. ഈ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും സമൂഹത്തിലെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഒരു വിലയും കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന മിക്ക തിന്മകളുടെയും ഉറവിടം അവിടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവമായിട്ടുള്ള നമ്മളിപ്പം കുടുംബത്തിൽ എങ്ങനെയാണ്? മാതാപിതാക്കളെ അനുസരിച്ചല്ലേ നമ്മൾ വളരുക. അങ്ങനെയല്ലേ ഈ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ ബന്ധം? അതൊരു അടിമത്തമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? സ്നേഹിക്കുന്ന അപ്പനും അമ്മയ്ക്കും വിധേയപ്പെടുന്നത് അടിമത്തമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം അവൻ്റെ മക്കളാണ്, അവൻ നമ്മുടെ ദൈവമാണ്, പിതാവാണ്. അങ്ങനെ ഒരു സ്നേഹബന്ധത്തിൽ വളരണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ അപ്പനെ സ്രഷ്ടാവിനെ ലംഘിച്ച് അപ്പൻ്റെ മുകളിൽ കയറാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു മനുഷ്യൻ. ഇതാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും മനുഷ്യനിൽ ഈ പ്രലോഭനം കുത്തിവെച്ചതും ജനിപ്പിച്ചതും പിശാചാണ്. വീണുപോയ മാലാഖമാരാണ് പിശാചുക്കളായി മാറിയത് എന്ന് നമ്മുടെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. 2 പത്രോസ് 2:4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പാപം ചെയ്ത മാലാഖമാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാത്തിരിക്കാൻ ഏൽപ്പിച്ചു. പാപം ചെയ്ത മാലാഖമാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാത്തിരിക്കാൻ ഏൽപ്പിച്ചു. ഇത് നമ്മുടെ വേദപുസ്തകത്തിലുള്ളതാണ്. 2 പത്രോസ് 2:4. അപ്പോൾ വീണുപോയ മാലാഖമാരാണ് പിശാചുക്കളായി മാറിയത്. കത്തോലിക്ക സഭയുടെ മതബോധനം 391 ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനിൽ പ്രലോഭനം കുത്തിവെച്ചത് ജനിപ്പിച്ചത് പിശാചാണ്. ദൈവത്തെ ധിക്കരിക്കുക. നീ ദൈവത്തെ പോലെയാകും. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുന്നത് ഇപ്പോൾ ഒരു അങ്ങനത്തെ സംഭവം നടക്കുന്നതുകൊണ്ടാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ വിമത വൈദികരും മുന്നേറ്റക്കാരും അവരുടെ മുമ്പിൽ പിശാച് ഇങ്ങനെ വന്ന് അവരുടെ മനസ്സിലിങ്ങനെ കുത്തിവെക്കുകയാണ്. മാർപ്പാപ്പയെ ധിക്കരിക്കുക, മെത്രാൻസിനെ ധിക്കരിക്കുക, നിങ്ങൾക്ക് സ്വതന്ത്ര സഭയാകാം, ദൈവമില്ലാത്ത മാർപ്പാപ്പയില്ലാത്ത അതിൻ്റെ ഒരു സ്വതന്ത്ര സഭയാകാം, നിങ്ങൾ ആരുടെയും കീഴിലാകില്ല. ഈ പാമ്പിൻ്റെ ആദ്യ സർപ്പത്തിൻ്റെ പ്രലോഭനത്തിൽ വീണു പോയിരിക്കുകയാണ് നമ്മുടെ വിമത വൈദികരും മുന്നേറ്റക്കാരും. അവരത് തിരിച്ചറിയുന്നില്ല. അവർക്ക് തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ദൈവം മനുഷ്യനുമായി ഉണ്ടാക്കിയ മൗലിക ഉടമ്പടി 2-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങളിൽ പറഞ്ഞിരുന്നു. അതായത് എന്താണ് മൗലിക ഉടമ്പടി? ഈ 2-ാമത്തെ അധ്യായം ഈ ഉൽപ്പത്തി പുസ്തകം 2:16 നമ്മൾ കണ്ടതാണ്. അവിടെയാണ് മൗലികമായി ഉടമ്പടി കിടക്കുന്നത്. അത് പുരുഷനും സ്ത്രീയും ലംഘിച്ചതോടെ
ഉളവായ ഇമ്മീഡിയറ്റ് ഇല്ലേ തൽക്ഷണമുണ്ടായ ഫലം ലജ്ജയാണ്, ഉൽപ്പത്തി 3:7. സ്പർദ്ധയാണ്, ലജ്ജ സ്പർദ്ധ 3:12. സഹനം, ഉൽപ്പത്തി 3:16-17. പിന്നെ 4-ാമത്തത് കർത്താവിൽ നിന്നുള്ള അകൽച്ച. അപ്പോൾ പുരുഷനും സ്ത്രീയും ദൈവം മനുഷ്യനുമായി ഉണ്ടാക്കിയ മൗലിക ഉടമ്പടി അത് ലംഘിച്ചപ്പോൾ, ആ ഉടമ്പടി ലംഘിച്ചു കഴിഞ്ഞപ്പോൾ പുരുഷനും സ്ത്രീക്കും സംഭവിച്ചത് ഈ 4 പ്രധാനപ്പെട്ട സംഗതികളാണ് സംഭവിച്ചത്. ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ലജ്ജയാണ്. ഈ 2:16-17 എന്ന് പറഞ്ഞത് വേണമെങ്കിൽ നമുക്കൊന്ന് അത് വായിക്കാം. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ യാഹ്വേ മനുഷ്യനെ അവിടെയാക്കി. ദൈവമായ യാഹ്വേ മനുഷ്യനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളും ഫലം നീ ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മതന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ഇതായിരുന്നു മൗലികമായിട്ടുള്ള ഉടമ്പടി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള മൗലിക ഉടമ്പടി എന്ന് പറയുന്നത് ഇതായിരുന്നു. അത് ലംഘിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യന്, പുരുഷനും സ്ത്രീക്കും ലജ്ജ, സ്പർദ്ധ, സഹനം, കർത്താവിനുള്ള അകൽച്ച, ഇങ്ങനെ 4 പെട്ടെന്നുള്ള 4 ഫലങ്ങളുണ്ടായത്. ദുരന്ത ഫലങ്ങൾ, ദൂഷ്യഫലങ്ങൾ. ലജ്ജ ഉൽപ്പത്തി 3:7, സ്പർദ്ധ 3:12, സഹനം ഉൽപ്പത്തി 3:16-17, കർത്താവിനുള്ള അകൽച്ച ഉൽപ്പത്തി 3:23-24. അതിന് ശാശ്വതമായി തെറ്റാനുഭവം എന്താണ്? ഇത് പെട്ടെന്നുണ്ടായ തൽക്ഷണ ഫലമാണ്, ദൂഷ്യഫലമാണ് ഈ 4 അതിൻ്റെ ശാശ്വതമായി തെറ്റാനുഭവം എന്താണ്? മരണവും ഉൽപ്പത്തി 3:19, പാപത്തിലേക്കുള്ള ചായ്ച്ചിലും ഉൽപ്പത്തി 6:5, പാപത്തിലേക്കുള്ള ചായ്വ്. മനുഷ്യവംശം എന്ന കുടുംബത്തിലേക്ക് ഇത് പകർന്ന് നൽകപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ 3-ാമത്തെ ഒരു ദുരന്ത ഫലം. ഇത് ആദ്യത്തെ മാതാപിതാക്കൾക്ക് മാത്രമല്ല, മനുഷ്യവംശം എന്ന കുടുംബത്തിലേക്ക് മുഴുവൻ പകർന്ന് നൽകപ്പെട്ടു. കത്തോലിക്ക സഭയുടെ പദമോദനം 390-400. മനുഷ്യവംശത്തിൽ നിന്ന് വിശുദ്ധീകരിക്കുന്ന വരപ്രസാദം കവർച്ച ചെയ്യപ്പെട്ടെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ പാപാവസ്ഥയാണ് ഉത്ഭവ പാപം എന്ന് വിളിക്കുന്നത്. റോമാലേഖനം 5:12. ആദ്യ മനുഷ്യൻ മറ്റെല്ലാ മനുഷ്യർക്കും മാനദണ്ഡമായിരുന്നതിനാൽ അവനിൽ മനുഷ്യവംശം മുഴുവൻ സന്നിഹിതമായിരുന്നു. അതിനെയാണ് സംഘാത വ്യക്തിത്വം, കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് ബൈബിൾ വിളിക്കുന്നത്. ബൈബിളല്ല, ദൈവശാസ്ത്രന്മാർ വിളിക്കുന്നത്. അക്കാരണത്താൽ അവൻ്റെ ആദ്യ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലം വംശത്തിലാകെ വ്യാപിച്ചു. ഞാനിതൊരു ആദ്യ മനുഷ്യൻ മറ്റെല്ലാവർക്കും മാനദണ്ഡം എന്ന് പറഞ്ഞല്ലോ. ഞാൻ പെട്ടെന്നൊരു ശാസ്ത്രീയമായിട്ടുള്ള ഉദാഹരണം പറയാം. ശാസ്ത്രീയമായിട്ടുള്ള ഉദാഹരണം. ശാസ്ത്രം ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. വിശ്വാസികൾക്ക് ശാസ്ത്രം നിഷേധിക്കേണ്ട കാര്യമില്ല, പക്ഷെ ശാസ്ത്രം വേണം നിർബന്ധമില്ല. ഞാൻ ശാസ്ത്രീയമായി ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറയാണ്. പരിണാമ സിദ്ധാന്തം എടുക്കുക. അതാണ് ശാസ്ത്രീയമായിട്ട് മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല യൂണിവേഴ്സിറ്റിയും പഠിപ്പിക്കുന്നത്. അതൊരു സിദ്ധാന്തം മാത്രമാണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല, എങ്കിലും അത് പഠിപ്പിക്കുന്നു. അങ്ങനെ അത് ശരിയാണെന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാണ്. ഈ ശാസ്ത്രം അനുസരിച്ച് ആദ്യ മനുഷ്യൻ്റെ അപ്പൻ ആരാ? ശാസ്ത്രം പഠിപ്പിക്കുന്ന പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ഈ ആദ്യ മനുഷ്യൻ്റെ അപ്പൻ ആരാ? ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ഈ പരിണാമ സിദ്ധാന്തം അനുസരിച്ച്, ശാസ്ത്രീയ സിദ്ധാന്തം എന്നും വിചാരിക്കുന്ന പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ആദ്യ മനുഷ്യന് ഒരു മാനുഷിക പിതാവ് ഉണ്ടായിരുന്നോ? ആദ്യ മനുഷ്യന് ഇല്ല. അപ്പൊ ഈ ആദ്യ മനുഷ്യൻ ഒരു മാനദണ്ഡമാണ്. അവന് മാനുഷിക പിതാവില്ല, അവൻ്റെ മക്കളൊക്കെ മനുഷ്യരാകാൻ ജനിച്ചവരാണ്. ആദ്യ മനുഷ്യൻ ഒരു മാനദണ്ഡമാണ്, അവന് മാനുഷിക പിതാവില്ല, പക്ഷേ അവൻ്റെ മക്കളൊക്കെ മനുഷ്യരാകാൻ വേണ്ടി ജനിക്കുന്നവരാണ്. ഇതിനെയാണ് മാനദണ്ഡം എന്ന് പറയണേ. അപ്പോൾ ഈ ആദ്യ മനുഷ്യനിൽ മറ്റെല്ലാ മനുഷ്യരും അവിടെ ഉൾച്ചേർന്നിട്ടില്ലേ? അതുകൊണ്ടല്ല അവൻ്റെ മക്കൾ മനുഷ്യരാകുന്നത്. ഇതേ നമുക്കൊരു ഡൈഗ്രഷൻ, ഒരു വിഷയത്തിൽ നിന്ന് അല്പം വ്യതിചലിക്കുകയാണ്. ഇതേ മാനദണ്ഡം അവസാനത്തെ മനുഷ്യനെ കൊടുത്തു നോക്കുക. ആരാണ് അവസാനത്തെ മനുഷ്യൻ? ഈശോ മിശിഹ. എന്തുകൊണ്ട് അവസാനത്തെ മനുഷ്യനെ പറയണേ? അവൻ ദൈവം മനുഷ്യനായ ആളാണ്. അതായത് ഒമേഗയിൽ നിൽക്കുന്ന, ആൽഫയിലും ഒമേഗയിലും നിൽക്കുന്ന ഒമേഗ പോയിന്റ് ആയിരിക്കുന്ന ദൈവം, ആ ദൈവം മനുഷ്യനായി വന്നവനാണ്. അതുകൊണ്ട് അവസാനത്തെ മനുഷ്യൻ ഈശോ മിശിഹയാണ്. അവന് മാനുഷിക പിതാവുണ്ടോ? ഇല്ല. പക്ഷെ അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവരൊക്കെ ദൈവമക്കളല്ലേ? അതെ. യോഹന്നാൻ 1:12-13. തന്നെ കൈക്കണ്ടവർക്ക്, തന്നിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവൻ ദൈവമക്കളാകാൻ അധികാരം നൽകി. അവർ ജനിച്ചത് രക്തങ്ങളിൽ നിന്നോ മാനുഷിക ഇച്ഛയിൽ നിന്നോ പുരുഷനിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. അപ്പോൾ ഈ യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അവൻ മാനദണ്ഡമായതിനാൽ ദൈവമക്കളാകാൻ കഴിവുണ്ട്. അപ്പോൾ 2 മനുഷ്യരാണ് മാനദണ്ഡം. ഒന്ന് ആദാം, മറ്റൊന്ന്
അവസാനത്തെ ആദാമായ ഈശോ. രണ്ടുപേരും മാനദണ്ഡമായിരിക്കുന്നതിന് കാരണം രണ്ടുപേർക്ക് മാനസിക പിതാക്കന്മാരില്ല. എന്നാൽ അവരോട് ബന്ധപ്പെട്ടിരിക്കുന്നവർ ഒരു പ്രത്യേക ഗണത്തിലേക്ക് പെടുന്നു. ഈശോയോട് ബന്ധപ്പെട്ടിരിക്കുന്നവർ ദൈവമക്കൾ, ആദാമിനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർ പാപത്തിൻ്റെ മക്കൾ. ഇതിനെയാണ് ഉത്ഭവം എന്ന് പറയണേ, റോമാലേഖനം 5:12. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യ മനുഷ്യൻ ആദാം മറ്റെല്ലാ മനുഷ്യർക്കും മാനദണ്ഡമായിരുന്നതിനാൽ അവനിൽ എല്ലാ മനുഷ്യരും മനുഷ്യവംശം മുഴുവൻ അവനിൽ ഒരു പൊട്ടൻഷ്യലായിട്ട് സന്നിഹിതരായിരുന്നു. അതിനെയാണ് സംഘാത വ്യക്തിത്വം, കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് ദൈവശാസ്ത്രന്മാർ വിളിക്കുന്നത്. അക്കാരണത്താൽ ആദ്യ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലം മനുഷ്യവംശത്തിലാകെ വ്യാപിച്ചു. ചുരുക്കത്തിൽ മനുഷ്യനിൽ ദൈവഛായ വികൃതമായി. മനുഷ്യൻ സ്വാഭാവിക ദൈവഛായയ്ക്ക് കോട്ടം വന്നില്ല. രണ്ട് തരം ഛായയുണ്ട് ഇല്ലേ? സ്വാഭാവിക ദൈവഛായയുണ്ട്, പിന്നെ ധാർമ്മിക ദൈവഛായയുണ്ട്. ഈ സ്വാഭാവിക ദൈവഛായയ്ക്ക് കോട്ടം വന്നില്ല. എന്നാൽ ധാർമ്മിക ദൈവഛായ കളങ്കപ്പെട്ടു. ധാർമ്മിക ദൈവഛായ കളങ്കപ്പെട്ടു, സ്വാഭാവിക ദൈവഛായ നിലനിന്നു. ഇതാണ് ആദ്യ മനുഷ്യൻ്റെ പാപം മൂലം മനുഷ്യവംശത്തിന് മുഴുവൻ സംഭവിച്ചത്. ഈ ഉത്ഭവപാപത്തോടൊപ്പം വന്ന ഒരു സംഗതിയാണ് വിഷയലമ്പടത്വം എന്ന് പറയും മലയാളത്തിൽ. കൊൺകുപ്പിഷൻസ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, കൊൺകുപ്പിഷൻസ്. ശരിക്കും പറഞ്ഞാൽ വിഷയലമ്പടത്വം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ പാപച്ചാച്ചിലുകളും, പാപത്തിൽ ചാഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക്. അത് മനുഷ്യവംശത്തിന് മുഴുവനുണ്ട്. റോമാലേഖനം 7:23 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാം എല്ലാവരും ഈ പാപാവസ്ഥയിലേക്കാണ് പിറന്നു വീഴുന്നത്. ഉത്ഭവം മുതലേ ഞാൻ പാപിയാണ് എന്ന സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, സങ്കീർത്തനം 51:7. ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയിലും മനുഷ്യരുടെ അക്രമവാസനയിലും ജീവിക്കാൻ മനുഷ്യൻ ഇതോടെ വിധിക്കപ്പെടുകയാണ്. എങ്കിലും മനുഷ്യൻ നിരാശത്തിലേക്ക് വീഴേണ്ട കാര്യമില്ല. ആത്യന്തികമായി സ്ത്രീയുടെ സന്തതിയായ മനുഷ്യൻ സാത്താൻ്റെ തല തകർക്കാനിരിക്കുന്നുവെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി 3:15 ഹെബ്രായ ലേഖനം 5:9. അതിനർത്ഥം നാം ഇപ്പോൾ ജനിക്കുന്നത് ദൈവമക്കളായിട്ടല്ല എന്നും, ദൈവമക്കളാകണമെങ്കിൽ വീണ്ടും ഒരു ജനനം, ഒരു ആത്മീയ ജനനം, ആത്മാവിലും വെള്ളത്തിലുമുള്ള പുതുജനനം അത് വേണമെന്നുമാണ്. അതിനെയാണ് മാമോദീസ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു നിക്കോദെമസിനോട് പറഞ്ഞത്, നീ പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണില്ല. അനോഥൻ എന്ന വാക്കാണ് യേശു ഉപയോഗിച്ചത്. പക്ഷേ നിക്കോദെമസ് തെറ്റിദ്ധരിച്ചു, വീണ്ടും ജനിക്കാന്ന് തെറ്റിദ്ധരിച്ചു. അപ്പോൾ നിക്കോദെമസ് പറഞ്ഞു, അത് ഇച്ചിരി പ്രയാസമാണല്ലോ, വീണ്ടും ജനിക്കുക എന്നുള്ളത് പ്രയാസമാണല്ലോ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ പറ്റുമോ? കർത്താവ് വിശേഷമൊക്കെ പറഞ്ഞു, ഞാനത് ഉദ്ദേശിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചത് എബാവ്, എഗെയിൻ എന്നല്ല, എബാവ്, ഉന്നതം എന്നാണ്. അതായത് വെള്ളത്തിലും ആത്മാവിലും, ഉന്നതത്തിൽ നിന്ന് ആത്മാവ്, താഴെ നിന്നുള്ള വെള്ളം, ഇത് രണ്ടിലും കൂടി ജനിക്കുക, പുതുതായിട്ട് ജനിക്കുക. അങ്ങനെ പുതുതായി ജനിച്ചാലേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആത്മാവിലും വെള്ളത്തിലും പുതുതായി ജനിക്കണം. വീണ്ടും ജനിക്കുകയല്ല, പുതുതായി ജനിക്കണം. ഈ നിക്കോദെമസ് അനോഥൻ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. എഗെയിൻ എന്ന അർത്ഥമുണ്ട്, എബാവ് എന്ന അർത്ഥമുണ്ട്, വീണ്ടും എന്ന അർത്ഥമുണ്ട്, ഉന്നതം എന്ന അർത്ഥമുണ്ട്. നിക്കോദെമസ് തെറ്റിദ്ധരിച്ചതാണ് വീണ്ടും. കർത്താവ് അവനെ തിരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ വീണ്ടും എന്നല്ല ഉദ്ദേശിച്ചത്, ഉന്നതം എന്നാണ്. പരിശുദ്ധാത്മാവിനുള്ള മറ്റൊരു പര്യായ പദമാണ് ഉന്നതം. ഉന്നതത്തിൽ നിന്ന് വീണ്ടും ജനിക്കണം, ഉന്നതത്തിൽ നിന്ന് പുതുതായി ജനിക്കണം, വീണ്ടും അല്ല പുതുതായി ജനിക്കണം. ഈ നിക്കോദെമസ് വീണ്ടും ജനിക്കണം എന്ന് ഇങ്ങനെ ഈശോയുടെ വാക്കുകൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെ തെറ്റിദ്ധരിച്ച ഒരു കൂട്ടം ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്, ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്. നിങ്ങൾ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞ് നടക്കണം. കത്തോലിക്കരെല്ലാവരും നരകത്തിൽ പോകും, കാരണം അവർ വീണ്ടും ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അവര് നിക്കോദെമസിൻ്റെ ആളുകളാണ്. കർത്താവ് നിക്കോദെമസിനെ തിരുത്തി, നിക്കോദെമസ് തിരുത്താൻ തയ്യാറായി. ഈ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് ഇതുവരെയും കർത്താവിൻ്റെ വാക്കുകൾ കേട്ടിട്ടില്ല, തിരുത്താൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് കത്തോലിക്കർ മുഴുവൻ നരകത്തിൽ പോകും. കാരണം ഒഴുകുന്ന വെള്ളത്തിൽ, പമ്പയിലെ വെള്ളത്തിൽ അയ്യപ്പന്മാർ കുളിക്കുന്നവർ കുളിച്ചില്ലെങ്കിൽ കത്തോലിക്കർ മുഴുവൻ നരകത്തിൽ പോകുന്നു പറഞ്ഞ് നടക്കണേ. അത് കേട്ട് വിച്ഛേദിക്കാനായിട്ട് മണ്ടന്മാരായ കുറച്ച് കത്തോലിക്കരുണ്ട്. അവരാണ് ഈ കത്തോലിക്ക സഭ വിട്ട് അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാനുള്ള ബുദ്ധിയും ബോധം ഈ മണ്ടന്മാരായ കത്തോലിക്കർക്ക് ഇല്ല താനും. എന്നിട്ട് അവരും വീടാന്നും കയറി ഇറങ്ങി പമ്പയിൽ പോയി കുളിക്കൂ എന്നും പറഞ്ഞ് സ്നാപയോഹന്നാന്റെ സ്നാനം സ്വീകരിക്കാൻ വേണ്ടി നടക്കുക. സ്നാപയോഹന്നാന്റെ സ്നാനമാണ് പുഴയിലെ സ്നാനം, നദിയിലെ സ്നാനം. അത് യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്ക സ്നാനമാണ്, പ്രിപ്പറേറ്ററി ബാപ്റ്റിസം. കർത്താവിൻ്റെ മാമോദീസ എന്ന് പറയുന്നത് അവൻ്റെ ജീവജലത്തിലാണ്, അവൻ്റെ പാർശ്വത്തിൽ നിന്നൊഴുകിയ ജീവജലം, ആ ജീവരക്തം. അതുകൊണ്ടാണ് 3 കൂതാശ ഒരുമിച്ച് കൊടുക്കണം എന്ന് പറയണേ. അതും എറണാകുളത്ത് ഇതുവരെ നടപ്പായിട്ടില്ല. 3 കൂതാശകൾ ഒരുമിച്ച് കൊടുക്കണം. കാരണം എന്താണ്?
കർത്താവിൻ്റെ വിലാവിൽ നിന്ന് പുറപ്പെട്ട ആ ജീവജലത്തിലും ആ ജീവരക്തത്തിലും മാമോദീസയും കുർബാനയും ഒരുമിച്ച് അപ്പോഴാണ് കർത്താവിൻ്റെ പാർശ്വത്തിൽ ഒട്ടിക്കപ്പെടുക. അപ്പോൾ കർത്താവ് ഊതി ആത്മാവിന് നൽകുന്നു. ഇതാണ് സ്ഥൈര്യലേപനം. അപ്പോൾ ജീവജലം ഇല്ലേ, ശ്വാസം, ജീവരക്തം, ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് കർത്താവിൻ്റെ പാർശ്വത്തിൽ തോമാസ്ലിക ഒട്ടിച്ച് ചേർക്കപ്പെട്ടതുപോലെ നമ്മൾ ഒട്ടിച്ച് ചേർക്കപ്പെടുക. അങ്ങനെ ചെയ്താലേ ഈ ഉത്ഭവപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും നമുക്ക് മാറ്റം കിട്ടൂ. ഇത് ബൈബിളാണ്. ഇതിൻ്റെ തുടക്കമാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു 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 പശ്ചാത്തലം ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഓരോ വാക്കുകളും ഒക്കെ എടുത്ത് നമുക്ക് ധ്യാനിക്കാം. പക്ഷേ ഈ പൊതുവായ പശ്ചാത്തലം നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ഈ പ്രത്യേകിച്ചും ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ആദ്യത്തെ 11 അധ്യായങ്ങൾ ഈ സത്യം പറഞ്ഞാൽ ഉത്ഭവപാപത്തിൻ്റെ 9 വേരുകളെക്കുറിച്ചാണ്. അപ്പോൾ ഈ വേരുകൾ തിരിച്ചറിഞ്ഞാലാണ് നമുക്ക് പാപമെന്തെന്ന് തിരിച്ചറിഞ്ഞാലാണ് പാപത്തിന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തിരിച്ചറിയാം. അതിനാൽ ഇത് വളരെ 2, 3, 4 പ്രാവശ്യമൊക്കെ നിങ്ങൾ ഇത് കേൾക്കുമെന്നുള്ള പ്രത്യാശയിലാണ് ഞാൻ അത് പറയുന്നത്. ഇത് പഠിക്കണം. എന്നിട്ട് ഈ നമ്മളോട് തെറ്റായ കാര്യങ്ങൾ പറയാൻ വരുന്നവർക്ക് ഈ ശരിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ സത്യത്തിലേക്ക് ആനയിക്കണം. അങ്ങനെ കർത്താവിൻ്റെ രക്ഷ ആസ്വദിക്കാനായിട്ട് അവരെയും ഒരുക്കണമെന്ന് ആഹ്വാനം ചെയ്യാണ്, അപേക്ഷിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.